ഹായ്, സ്റ്റഡി ഇൻ അൽബേനിയ. അൽബേനിയയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണം എന്നുള്ള ആവശ്യപ്രകാരം ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ഞങ്ങൾ അൽബേനിയയിലെ തിറാനയിലുള്ള വെസ്റ്റേൺ ബാൽക്കൻ യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ന് പോകുന്നത്. ഞാനും വിത്ത് ഡോക്ടർ ഷഫാഫ് സാറും ഉണ്ട്. ആക്ച്വലി ഇന്ന് ഞങ്ങളെ യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റ് സംസാരിക്കുന്നുണ്ട്. അതുപോലെ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ്, യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെയാണ് കോഴ്സ് ഉള്ളത്, യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസിൻ്റെ ജെനുവിനായിട്ടുള്ള ഫീഡ്ബാക്ക് ഒക്കെ ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വെസ്റ്റേൺ ബാൽക്കൻ യൂണിവേഴ്സിറ്റിയിലെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനുള്ള ഒരു നല്ലൊരു മാർഗ്ഗമാണിത്. ഷഫാഫ് സാർ, വെസ്റ്റേൺ ബാൽക്കൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ട് എന്താണ് പറയുള്ളത്? ഇവിടുത്തെ അമേരിക്കൻ ഹോസ്പിറ്റൽ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്നൊരു വൺ ഓഫ് ദ വെസ്റ്റ് പ്രോമിനൻറ്റ് ഭയങ്കര ഇമേജിങ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി അല്ലേ വെസ്റ്റേൺ ബാൽക്കൺസ് യൂണിവേഴ്സിറ്റി. പിന്നെ ഹിഗിയ ഹോസ്പിറ്റലിൻ്റെ അണ്ടറിലാണ് പ്രാക്ടീസസ് കാര്യങ്ങൾ വരുന്നത്. ഞാനിപ്പോൾ ഇവിടുന്ന് കുട്ടികളുമായിട്ട് സംസാരിച്ച് ഇപ്പോൾ ഏകദേശം കുറച്ച് കാലമായില്ലേ ഇവിടെ നിൽക്കുന്നത്. സീനിയർ സ്റ്റുഡൻസുമായിട്ടൊക്കെ സംസാരിച്ചിടത്തോളം മനസ്സിലായത് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഇവിടെ വരുന്നതെങ്കിൽ അവർക്ക് നല്ലൊരു കരിയർ ഇവിടെ ഉണ്ട്. നേരെ മറിച്ച് കംപ്ലീറ്റ്ലി ഓൺ പാർട്ട് ടൈം അതുപോലുള്ള എയിംസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വരികയാണെങ്കിൽ അവരുടെ ആ ഫ്യൂച്ചർ അവർ സെറ്റ് ചെയ്യുന്നത് പോലെയാണ്. ഫുള്ളി പഠനത്തിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. ഇപ്പൊ ഇവിടെ ഉള്ള ഇറാസ്മസ് പ്രോഗ്രാംസ് ജർമ്മനിയിലോട്ട് കഴിഞ്ഞ വർഷം 6-7 കുട്ടികൾ പോയി. അപ്പോ അതൊക്കെ കേട്ട് ആ 6-7 കുട്ടികൾ മാത്രം പോകാനുള്ള റീസൺ ജർമ്മനിയിലെ മിരിയാൻ യൂണിവേഴ്സിറ്റിയിൽ ഇന്റേൺഷിപ്പിന് പോയി ജൂൺ-ജൂലൈ ടൈമില്. പക്ഷെ അത് 6 കുട്ടികൾ മാത്രം പോകാനുള്ള റീസൺ പല കുട്ടികളും അതിനേക്കാളും നല്ലത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പാർട്ട് ടൈം ജോബ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മളെ ഹിഗിയ ഹോസ്പിറ്റല്, അൽബേനിയ അമേരിക്കൻ ഹോസ്പിറ്റൽ ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന, അല്ലെ വെസ്റ്റേൺ ബാൽക്കൻ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. ഇത് പക്ക ടിറാന സെൻട്രലായിട്ട് വരുന്ന ഒരു ഹോസ്പിറ്റലാണ്. നമ്മളിത് മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹിഗിയ ഹോസ്പിറ്റല്, ഇവിടെ നമ്മളെ സ്റ്റുഡൻസിന് ക്ലിനിക്കല് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് ഏകദേശം 300 hours ക്ലിനിക്കൽ പ്രാക്ടീസസ് ഉണ്ട്. 300 hours അല്ലേ? അതെ 300 hours ക്ലിനിക്കൽ പ്രാക്ടീസസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ എക്സാമിന്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലാംഗ്വേജ്, ജർമ്മൻ ലാംഗ്വേജ് എക്സ്ട്രാ കരിക്കുലമായിട്ട് തന്നെ എല്ലാം, അതായത് നഴ്സിംഗ്, ഫിസിയോതെറാപ്പി എല്ലാ സബ്ജക്ട്സിനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും അതിനൊരു എക്സ്ട്രാ ഫീസ് കാര്യങ്ങൾ വേണം. ഇവിടെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് എക്സ്ട്രാ ഇതായിട്ട് ഈ ജാനുവരി മുതൽ എല്ലാ സ്റ്റുഡൻസിനും പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. പഠിക്കുക എന്നുള്ള എയിമിലോട് വരണം. അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം, ത്രൈവ് ചെയ്യാം. വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ എന്ത് സപ്പോർട്ടിനാണെങ്കിലും നമ്മളുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് ഇന്നും കുട്ടികളുടെ കുറച്ച് TRP കാര്യങ്ങൾ അത് ഇതൊക്കെ ചെയ്യാനുണ്ട്. അതിനായിട്ട് സപ്പോർട്ടിന് നമ്മളിവിടെ ഉണ്ട്. ഷഫാഫ് സാറ് യൂണിവേഴ്സിറ്റി കോർഡിനേറ്റർ ആണ്. സാറ് ഫുൾ ടൈം അൽബേനിയയിൽ ഉണ്ടാവുന്ന ഒരാളാണ്. അൽബേനിയയിലാണ് കൂടുതൽ സമയം ഉണ്ടാവാറ്. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എന്ത് ആവശ്യങ്ങൾക്കും ഡോക്ടർ ഷഫാഫ് സാറാണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി കാണാം. നമ്മൾ വെസ്റ്റേൺ ബാൽക്കൻ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് യൂണിവേഴ്സിറ്റി. റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റാണ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ളത്. ടിറാന സിറ്റിയിൽ നിന്ന് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഉണ്ടാവും. ഹായ്, ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റേൺ ബാൽക്കൻ യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർനാഷണൽ അഡ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണുള്ളത്. അഡ്മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് നമുക്ക് മിസ് ധനാദ അവൈലബിൾ ആണ്. പുള്ളി തിരക്കിലാണ്. പക്ഷെ നമുക്ക് കുറച്ച് റിവ്യൂ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി യൂണിവേഴ്സിറ്റിയെ കുറിച്ചും അൽബേനിയയെ കുറിച്ചിട്ടും ചോദിക്കാം. ഹായ്. Hello. Hello, good. How are you? I'm fine, thank you. Welcome to Western Balkans University. Thank you very much. Can you give you one review about the university and about the country for our students? Yes, of course, it will be a pleasure. Okay. So, let me tell you a couple of things about Albania. Albania is a welcoming European country offering safety, affordable living costs, and a vibrant student life. With beautiful landscapes, rich history, and warm hospitality, it provides an ideal environment for international students to study, grow, and feel at home while enjoying a balanced European lifestyle. At the heart of this experience is Western Balkans University, established in partnership with the American Hospital Group and Higia Hospital. WBU offers over 20 English-taught programs delivered by local and international professors, with modern curricula designed in collaboration with the University of Cambridge.
hosting students from more than 30 countries worldwide. WBU stands out for clinical exposure from the first year, German language courses, preparing graduates for the success in the global labor market. To support international students, WBU offers a 20% scholarship for applicants who apply by the end of February, valid for all academic years. We welcome our Indian students to join our diverse and academic community and build a successful international future at Western Balkans University. Thank you, Danara. Thank you for your valuable time. Nice to meet you. Nice to meet you too. നമ്മൾ യൂണിവേഴ്സിറ്റിയെ കുറിച്ചും അതുപോലെ തന്നെ അൽബേനിയയെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കി. വി ക്യാൻ ഗോ ദ നെക്സ്റ്റ് വീഡിയോ. മുഡോ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഇതിനകത്താണ് നമ്മുടെ ഹോസ്റ്റൽ വരുന്നത്. അത് പക്ക ഒരു സിറ്റിയിലാണ്. സിറ്റിയിൽ ഇവിടുന്ന് എല്ലായിടത്തും, അതായത് തിറാന സെൻറ്ററിലേക്കും WBയിലേക്കൊക്കെ ബസ് അവൈലബിൾ ആണ്. നമ്മളെ വാർഡൻ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വെസ്റ്റേൺ ബാൽക്കൺ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൻ്റെ വാർഡൻ. So Kim, you are in charge. Yeah, I'm in charge for this dormitory. Okay. Students from India call it hostel. Okay. And where are you from? I'm from Indonesia. Indonesia. So you are a student also here, or? I'm a student for master. Okay. Also, I'm responsible as part of the university here. Okay. So it is. We are in the third floor. However, the elevator is blocked because Okay. If it is not blocked, everyone can come in. Okay, got it. So we do have a very good safety also. yeah, we go to the second or to the fourth, but I prefer to the fourth. Yeah, got it. നമ്മുടെ ഇപ്പം ഫോർത്ത് ഫ്ലോറിലാണ് ഉള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കോമൺ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ സേഫ്റ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് തേർഡിൽ ലിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിർത്തിയില്ല. ഫോർത്തിലാണ് അവൈലബിൾ ഉള്ളൂ. ഫോർത്തിൽ ഇറങ്ങിയിട്ട് വേണം നമ്മുടെ ഹോസ്റ്റലിലേക്ക് വരാനായിട്ട്. ഇതാണ് എൻട്രൻസ്. ഇതാണ് നമ്മുടെ ലോബി വരുന്നത്. നമ്മുടെ ഹോസ്റ്റല് എന്താ പറയുക, ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ കുറച്ച് പേരുണ്ട്, കുറച്ച് പേര് യൂണിവേഴ്സിറ്റിയിലാണ് ക്ലാസ് കാര്യങ്ങളുള്ളത് കൊണ്ട്. ഇവിടെ നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കോഴ്സിലുള്ള സ്റ്റുഡൻസും യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന സ്റ്റുഡൻസൊക്കെ ഈ ഹോസ്റ്റലിലാണുള്ളത്. ഇതാണ് ലിവിങ് സ്പേസ്, അതുപോലെ റിസപ്ഷൻ ഒക്കെ ഇവിടെ വരുന്നത്. നമ്മൾ ഏത് രാജ്യത്ത് പോകുന്ന സ്റ്റുഡൻസിന് ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് അവരുടെ ഹോസ്റ്റലാണ്. അവരുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ നല്ല ഹോസ്റ്റലാണ്. അപ്പോൾ നിങ്ങൾ ലിവിങ് സ്പേസ് കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. ഇതാണ് ബോയ്സിൻ്റെ എൻട്രൻസ്. ബോയ്സിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ഹോട്ടലിൻ്റെ ഒരു രീതിയിലാണ് നമ്മൾ ഹോസ്റ്റലൊക്കെ വരുന്നത്. ഇവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഡബിൾ റൂം, അതുപോലെ 4 ഷെയറിങ്, അതുപോലെ തന്നെ 6 ഷെയറിങ് എന്നുള്ള രൂപത്തിലാണ്. 200 മുതൽ 250 വരെ യൂറോ ആണ് പെർ മന്ത് സ്റ്റുഡൻസിന് എക്സ്പെൻസ് വരുന്നത്. അതുപോലെ തന്നെ ഫുഡ് നിങ്ങളെ എക്സ്പെൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സെപ്പറേറ്റ് സെൽഫായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള കിച്ചൺ സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് വരുന്നത് ഡബിൾ ഷെയറിങ് റൂമാണ്. ഇതാണ് അവരുടെ ടോയ്ലറ്റ് വരുന്നത്. ബാത്ത് ഏരിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു ഹോട്ടൽ, അതായത് ഒരു ഹോട്ടലിൽ എങ്ങനെയായിരിക്കും ആ രീതിയിൽ തന്നെയാണ് റൂമൊക്കെ വരുന്നത് കേട്ടോ. ഇവിടെ നല്ല വ്യൂ ഉണ്ട്. ഒരു ഡബിൾ റൂമാണ്. ഇതൊക്കെ സിറ്റിയൊക്കെ കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, നല്ല വ്യൂ ആയിട്ടുള്ള ഒരു റൂമാണ് കേട്ടത്. 2 അലമാര അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു സ്റ്റഡി ഏരിയ, പിന്നെ അതിൽ അയൺ ചെയ്യണമെങ്കിൽ കെറ്റില് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് റൂംസ് ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഡബിൾ റൂം മതിയെങ്കിൽ ഡബിൾ റൂം എടുക്കാം. 6 ഷെയറിങ് 6 പേരുള്ളത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ എമൗണ്ട് കുറച്ച് കുറയും. അപ്പം ആ രീതിയിലാണ് വരുന്നത് കാര്യങ്ങൾ. ഇപ്പം എല്ലാ കൊറിഡോറിലും നമുക്ക് ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഈ രാത്രി പഠിക്കണമെങ്കിലോ ഇങ്ങനെ ആ രീതിയിലൊക്കെയുള്ളൊരു സെറ്റപ്പും കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്റ്റുഡൻസ് ഉള്ള റൂമുകളുണ്ട്, പക്ഷേ അത് അവർക്ക് അവരുടെ സേഫ്റ്റി ഇഷ്യൂസും അല്ലെങ്കിൽ സ്റ്റുഡൻസ് റൂമിൽ കയറണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമുക്കൊന്നും കൂടെ വൃത്തിയിൽ കാണിക്കാൻ ഇതായിരിക്കും നല്ലത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിൽ കാണിക്കുന്നത്. ഇത് നമുക്ക് വരുന്നത് 4 ഷെയറിങ് റൂമാണ്. ഈ 4 ഷെയറിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ ഡബിൾ ഡെക്കറാണ് വരിക. 4 പേർക്ക് എടുക്കാവുന്ന രീതിയിൽ വരും. അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടെ വലിയ റൂമാണ്. 3 അലമാര വരും. 4 അലമാര അവൈലബിൾ ആണ്. ഹോസ്റ്റലിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ബാത്റൂം അറ്റാച്ച്ഡ് തന്നെയാണ് വരുന്നത്. ചിലയിടത്ത് കോമൺ ആയിട്ടൊക്കെ വരാറുണ്ട്, പക്ഷെ ഇവിടെ ഫുൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റാണ് വരുന്നത്. ഹോസ്റ്റല് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്റ്റല് അടിപൊളി ഓപ്ഷനാണ്. പക്ഷെ പല കുട്ടികളും
പുറത്ത് നിൽക്കാറുണ്ട്, ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റ് രൂപത്തിലേക്കൊക്കെ പോകാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫോലെ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അവിടെയും കുട്ടികൾ നിൽക്കാറുണ്ട്. പക്ഷേ ഫസ്റ്റ് വരുന്ന പിള്ളേർ എല്ലാ സ്റ്റുഡൻസും കൂടുതൽ ഓപ്റ്റ് ചെയ്യാറ് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽ തന്നെയാണ്. ഇവർക്ക് കബോർഡുകളുണ്ട്, ഒരുപാട് കബോർഡിന് വേണ്ടി മാത്രമായിട്ടൊരു റൂമുണ്ട്. ബാഗ്സ്, കാര്യങ്ങൾ, ഡ്രസ്സ് ഒക്കെ വെക്കണമല്ലോ, അതുകൊണ്ട് അതിനായിട്ട് വരിക. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റൽ വരുന്നത്. ഞാൻ ഹോസ്റ്റലിലെ കറക്റ്റ് വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തന്നത് കേട്ടോ. അപ്പോൾ വരുന്ന സ്റ്റുഡൻസിന് അതുപോലെ തന്നെ ഹോസ്റ്റലിനെ കുറിച്ചിട്ട് കറക്റ്റ് ഒരു പിക്ചർ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ 6 to 8 വരുന്നുണ്ട് അല്ലേ? 6 to 8 വരുന്നുണ്ട്. അപ്പോൾ പക്ഷെ അവർക്ക് എമൗണ്ട് കുറയും, 200 അങ്ങനെ 200 വരും, മറ്റേ 250 എന്നുള്ള രൂപത്തിൽ വരും. അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫുഡ് നമ്മൾ സെൽഫായിട്ട് കുക്ക് ചെയ്ത് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡ് 2-3 രീതി. ഇവർക്ക് താഴെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, സാധനങ്ങൾ വാങ്ങിക്കുക. അതുപോലെ ഇതാണ് കിച്ചൺ. കിച്ചൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമൺ കിച്ചൺ ഉണ്ട്. കിച്ചണിൽ തന്നെ അവർക്ക് ഒരു ഫ്രിഡ്ജ് അവൈലബിൾ ആണ്, ഫുൾ സാധനങ്ങൾ, നല്ല സാധനങ്ങളൊക്കെ വെക്കാം. അതുപോലെ തന്നെ ഇത് ബോയ്സ് ആണ് യൂസ് ചെയ്യുന്ന കിച്ചണാണ്. ഇവിടെ 2 കിച്ചൺ ഉണ്ട്, ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് രൂപത്തിലാണ് വരിക. ഇതിവിടെ അവർക്ക് സാധനങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ബ്രെഡൊക്കെ ടോപ്പ് ചെയ്യണമെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഓവനുണ്ട്, ഫ്രിഡ്ജുണ്ട്. ഇതുപോലെ കോമൺ ആയിട്ട് ഒരുക്കിയിരുന്ന് എന്താ പറയുക ഭക്ഷണം കഴിക്കാനുള്ള ഒരു കൂടെ കിച്ചണിലുണ്ട്. അപ്പോൾ കിച്ചണിൽ നമുക്ക് എനി ടൈം നമുക്ക് വരാം, നമുക്ക് എപ്പോഴാണ് കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിൽ വരാം, കുക്ക് ചെയ്യാം. ഇവിടുന്ന് കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോവാം എന്നുള്ള രൂപത്തിലാണ് വരിക. ഇവിടുന്ന് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ, നിങ്ങൾ നോക്കി നോക്ക്. ടിറാന അതുപോലെ തന്നെ സിറ്റി കാണാം, നമുക്ക് നല്ല വ്യൂ ആണ് ഇവിടെ. അതുപോലെ തന്നെ ലോണ്ട്രി സർവീസിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ഈ ഹോസ്റ്റലിലുള്ള ലോണ്ട്രി ഫെസിലിറ്റി വരുന്നത്. ഈ ലോണ്ട്രി ഫെസിലിറ്റി എങ്ങനെ വെച്ചാൽ ഇവിടെ ഒരാളുണ്ട്, ലോണ്ട്രി ഒരു സ്റ്റുഡൻസിൻ്റെ തുണി കിലോഗ്രാമിന് വെച്ചിട്ടാണ്, പക്ഷേ 20 കിലോന് 500 ലൈക്ക് എന്നുള്ള രൂപത്തിൽ വെച്ചിട്ട് 500 രൂപ 600 രൂപേൻ്റെ ഉള്ളിൽ ഇവർക്ക് എക്സ്പെൻസ് വരും 20 കിലോനാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ലോണ്ട്രി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡ്രസ്സ് ഇവിടെ കൊടുത്തു കൊടുക്കുക, മെഷീന് കാര്യങ്ങൾ ഉണക്കാനുള്ള പരിപാടികളെല്ലാം ഉണ്ട്, കൊടുക്കുക, അതൊരു വാങ്ങിക്കുക എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. ഇതാണ് ഗേൾസ് ഹോസ്റ്റലിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ശ്രുതി എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പെട്ടെന്ന് കണ്ടതാണ്. ശ്രുതിയുടെ റൂമിൽ എത്ര പേരുണ്ട്? 6 പേരാണുള്ളത് അല്ലേ? ഓക്കെ. അത് നിങ്ങൾക്ക് 250 അല്ലേ വന്നത് യൂറോ പെർ മന്ത് അല്ലേ? ഫുഡൊക്കെ എങ്ങനെ എന്താ ചെയ്യുന്നത്? ഫുഡ് സെൽഫ് കുക്കിംഗ് ആണല്ലേ? ഹോസ്റ്റലിലേക്ക് എത്ര ദൂരമുണ്ട്? യൂണിവേഴ്സിറ്റിയിലേക്ക് 5 കിലോമീറ്ററിൻ്റെ അടുത്താണ് ഹോസ്റ്റലിൽ നിന്ന് വരുന്നത്. എങ്ങനെയുണ്ട് ഹോസ്റ്റലിലെ കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഇതാണ് ഗേൾസ് ഹോസ്റ്റലിൻ്റെ കിച്ചൺ വരുന്നത്. ഇവിടെ അതേപോലെ തന്നെ ഒരു ഫ്രിഡ്ജ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനുള്ളൊരു ഏരിയ ആണിത്. ഇപ്പം കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിലും വന്ന് കഴിക്കാവുന്ന രീതിയിലാണ് ഓപ്ഷൻസ് വരുന്നത്. ഹോസ്റ്റലിനകത്ത് തന്നെ വൈഫൈയും അവൈലബിൾ ആണ് കേട്ടോ. കിം, ഇറ്റ്സ് എ വണ്ടർഫുൾ വാർഡൻ. So much for he's not only a warden, he's a master student also. Master student also. He's like a student coordinator. Not only student, yeah, but also doing warden job also. Yeah. ഇതാണ് അമേരിക്കൻ ഹോസ്പിറ്റൽ ഗ്രൂപ്പിന് കീഴിലുള്ള വെസ്റ്റേൺ ബാൽക്കൺസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഏകദേശം 25ഓളം കോഴ്സുകൾ വരുന്നുണ്ട്. മെഡിക്കൽ, പാരാമെഡിക്കൽ, IT പോലുള്ള മികച്ച കോഴ്സുകളാണ് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറാസ്മസ് പ്രോഗ്രാം വഴി ഇയർലി സ്റ്റുഡൻസിന് യൂറോപ്യൻ കൺട്രിയിൽ ഇന്റേൺഷിപ്പിനും സൗകര്യം യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് വെസ്റ്റേൺ ബാൽക്കൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയെ കുറിച്ചും കോഴ്സുകളെ കുറിച്ചും അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചും അറിയാൻ സ്റ്റഡി ലിങ്ക്സിനെ ഇപ്പോൾ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു രാജ്യവും പുതിയൊരു യൂണിവേഴ്സിറ്റിയെയും നിങ്ങൾ പരിചയപ്പെടുത്തും. അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് സ്റ്റഡി ലിങ്ക്സിനെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.